പറ മൊബൈൽ ഫോണിന്റെ ഫീൽഡിനെ പറ്റി, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ അല്ലെങ്കിൽ അതിന്റെ സെയിൽസ് അതല്ലെങ്കിൽ അതിന്റെ ബിസിനസ്, ഈ ഫീൽഡിനെ പറ്റി എന്താ പറയാ? ഫീൽഡിനെ പറ്റി നമ്മളിപ്പോ പുറത്തോട്ടൊക്കെ പോകാണെങ്കിലും ഇവിടെ തന്നെ നമ്മൾ ബിസിനസ് തുടങ്ങാനൊക്കെ നല്ലൊരു അവസരമുള്ളത്. അന്നേരം നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനുള്ള നല്ല ഇതിൽ തന്നെ ഉണ്ട്. തീർച്ചയായും അത്രയും സാധ്യത ഉള്ള ഒരു ഫീൽഡായത്. നമ്മൾ തുടങ്ങിയാലും സക്സസ് ആവുന്ന ഏത് നാട്ടിൽ പോയാലും ചില ജോലി നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല, ചില ജോലി തമിഴ്നാട്ടിൽ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഇല്ലാത്ത സാധനം. പക്ഷെ ഇതില്ലാത്ത ഒരു നാടില്ല. കംപ്ലൈന്റ് ഇലക്ട്രോണിക്സ് ഡിവൈസ് ആയതുകൊണ്ട് എല്ലാം കംപ്ലൈന്റ് ഉറപ്പാ. അത് ഐഫോൺ ആണെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടോ? ഐഫോൺ കംപ്ലൈന്റ് ഒക്കെ വരും. നമുക്ക് പണി ഉറപ്പാണ്, കിട്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ. പക്ഷെ കുറച്ച് പഠിക്കാനുണ്ട് അല്ലേ? റെഡിയായി എടുക്കാം. പഠിക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടാവണം. അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ബേസിക്കലി എന്തെങ്കിലും തിയറി ഭാഗത്തുള്ള നോട്ട് മാത്രം വായിച്ചു പഠിച്ചുകൊണ്ട് കാര്യമില്ല, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം. നല്ല അപ്ഡേറ്റ് ചെയ്യണം, അങ്ങോട്ടേക്ക് അപ്ഡേറ്റ് ചെയ്യണം. ബേസിക്കും നന്നായിട്ട് പഠിക്കും. വർക്ക് നല്ലോണം ലെവൽ റെഡിയാക്കി. അപ്പോൾ പൊതുവിൽ കമ്പാരിസണി നോക്കി ഈ മൊബൈൽ ഫോൺ എന്ന ഡിവൈസ് ബാക്കി കമ്പ്യൂട്ടർ ബാക്കി ഒരുപാട് ഡിവൈസുകളെക്കാളും മേലെ ആൾക്കാരുടെ കയ്യിൽ ഒന്നും രണ്ടും എപ്പോഴും ഉണ്ടാവുന്ന ഉപകാരം ഉള്ളൊരു ഡിവൈസ് കൂടിയാണ്ട് അത്രയും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അത് കൊണ്ടിടയ്ക്ക് കൂടെയാണല്ലോ. അതിപ്പം ജസ്റ്റ് വീണ് പോവാ, പൊട്ടിപ്പോവാ സാധ്യതകൾ കൂടുതലുണ്ട്. ഓക്കെ, ഫീൽഡിനെ പറ്റിയതാണ് പറയാണ്ടത്. ഫീൽഡിലെ ബിസിനസിന്റെ മേഖലയെ കുറിച്ച് ചിന്തിച്ചു നോക്കിയോ? ടെക്നീഷ്യൻ ജോലി എന്നുള്ളതിന് പുറമെ ബിസിനസ് ഫീൽഡായിട്ട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ അല്ല, അതിലേക്ക് വരണോ?